അങ്ങനെ സലീമേട്ടൻ നമ്മളെ വിട്ടു പോയിരിക്കുകയാണ്. സലീംകുമാർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരിക മീശമാധവൻ കണ്ട അനുഭവമാണ്. മീശമാധവനിലെ മുകുന്ദനുണ്ണി വക്കീൽ മാധവനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോയിട്ട് താങ്ക്സ് മാത്രമുള്ളല്ലോ എന്ന് പറയുന്ന മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൻ്റെ മുകുന്ദനുണ്ണി വക്കീലിനെയാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരിക. പിന്നീട് അങ്ങോട്ട് ഒട്ടനവധി കഥാപാത്രങ്ങൾ, സ്രാങ്ക്, നമ്മുടെ മമ്മൂട്ടി മായാവിയിലെ സ്രാങ്ക്, മമ്മൂട്ടി ചെയ്ത കഥാപാത്രത്തിനേക്കാൾ നമ്മൾ ഓർത്തിരിക്കുക ഒരു പക്ഷേ സ്രാങ്ക് എന്ന ആ കഥാപാത്രമായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം ദേശീയ അവാർഡ് നേടുന്ന ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയം ഉയർന്നു. അല്ലെങ്കിൽ അത്ര അധികം വലിയൊരു നടനായിരുന്നു അദ്ദേഹം. അത് രാജ്യം അദ്ദേഹത്തെ മനസ്സിലാക്കുകയും ചെയ്തു എന്നാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയെയാണ് ഞാൻ എന്ന് പറഞ്ഞ ചലച്ചിത്ര മേഖലയിൽ നിന്ന് മറ്റൊരാളും കടന്നു വരാത്ത രീതിയിൽ തുറന്നു പറഞ്ഞ് വന്ന ആളാണ് സലീമേട്ടൻ. അതിന് വേണ്ടി ഒരുപാട് അവഹേളനങ്ങളും പ്രയാസങ്ങളും ഇപ്പോഴും ഈ മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഇങ്ങനെ ഒരാളും ഇതിന് മുമ്പും പറഞ്ഞിട്ടില്ല, ഇനി ഒട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 6 വയസ്സ് മുതൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, മരിക്കുന്നത് വരെ ഞാൻ കോൺഗ്രസ് ആയിരിക്കും എന്ന് ഈവൻ ഇപ്പോൾ MLA ആയ രമേശ് പിഷാരടി സലീമേട്ടൻ്റെ ശിഷ്യനാണെങ്കിൽ പോലും അദ്ദേഹം പോലും ഇത്രയും ആർജവത്തോടെ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു സലീമേട്ടൻ. അതിൻ്റെ പേരിൽ ഇന്നലെ ഇപ്പോൾ അദ്ദേഹം ICUവിൽ കിടക്കുന്ന സമയത്ത് ഒരുപാട് പേര് കമൻ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. ഇവൻ മരിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം എന്നൊക്കെ പറഞ്ഞ് അന്തം കമ്മികൾ. നല്ല CPM-കാരാണെന്ന് അവരെ ഒരിക്കലും പറയാൻ പറ്റില്ല. CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുമായി എന്ത് യോജിപ്പാണ് ഈ ഡയലോഗ് അടിക്കുന്ന ആളുകൾക്കുള്ളതെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവാം. ഇവർ വെറുതെ ഈ ഗുണ്ടകളുടെ പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പോലെ ഈ പാർട്ടിയെപ്പറ്റി ഒന്നും അറിയാതെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ CPM-കാരനാണ് അല്ലെങ്കിൽ പാർട്ടി ഇടതുപക്ഷ അനുഭാവിയാണ്, എന്താണ് ഇടതുപക്ഷം എന്ന് അറിയുന്നവരാരും ഇങ്ങനെ സംസാരിക്കില്ല. അപ്പോൾ അത്തരം ആളുകളാണ് ഇങ്ങനെ കമൻ്റ് ഇട്ട് ഈ ഒരു സമയത്തും, ഈ മരിച്ചു കിടക്കുന്ന ആ സമയത്തും ഇത്രയും കമൻ്റ് ഇടാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കൈവെക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും അവഹേളനങ്ങളും ഈ സലീമേട്ടൻ സഹിക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞു വന്നത്. എന്തായാലും സലീമേട്ടൻ ഇത്രയും പെട്ടെന്ന് മരിക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം VD സതീഷിൻ്റെ പരിപാടിക്ക് വന്നപ്പോൾ അദ്ദേഹം ഒരുപാട് ക്ഷീണിതനായി കണ്ടു. എന്നാൽ പോലും ഇത്രയും പെട്ടെന്ന് നമ്മൾ വിട്ടുപോകുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും സലീമേട്ടൻ തന്നെ പറഞ്ഞ പോലെ കൊച്ചി ഹനീഫേനെയും അല്ലെങ്കിൽ ഇന്നസെൻ്റ് ഏട്ടനെയൊക്കെ അവിടെ പോയി കണ്ട് അവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു.